Dear students, welcome to SS Physics classes. ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി SS Physics classes ഷെയർ ചെയ്യുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സും അതോടൊപ്പം പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസസ് അതിനോടനുബന്ധിച്ച് ഇതുവരെ നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിലോടെ ഡിസ്കസ് ചെയ്യാണ്. ഞാൻ സാംസൺ SS, എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. സോ അറ്റ് ഫസ്റ്റ് വി ക്യാൻ ഗോ വിത്ത് ദ ഇമ്പോർട്ടൻറ്റ് തിയറി പാർട്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഈ വർഷത്തെ ബോർഡ് പരീക്ഷ ബേസ് ചെയ്തിട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് ദാറ്റ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ആൻഡ് ഓൾസോ ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ഇതിന്റെ ഡെറിവേഷനും അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസും കരുതാൻ വേണ്ടി ശ്രദ്ധിക്കും. സോ ആദ്യം നമുക്ക് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാം. സോ അപ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മളൊരു കണ്ടെയ്നർ അകത്തുള്ള ഓരോ മോളിക്യൂൾസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പെറിക്കൽ ബോൾസ് ആയിട്ടാണ്. അവയുടെ കൊളീഷൻസിനെ നമ്മൾ ഇലാസ്റ്റിക് ആയിട്ടാണ്. ആ കണ്ടെയ്നറുടെ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ്. ഇവ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് മിനിമം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട 5 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾക്ക് ചിന്തിക്കാം. ദ ഫസ്റ്റ് വൺ, എ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ ടൈനി സ്പെറിക്കൽ ന്യൂട്രൽ ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്പെറിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് മോളിക്യൂൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും ഈ മോളിക്യൂൾസുകൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇൻ എ ഗ്യാസ്, molecules are moving in all directions with all possible speeds. So that is the very important concept. And the third one, the space occupied by the molecule is much smaller than the volume of the gas. അതിലെ ഓരോ മോളിക്യൂൾസിന്റെ സൈസും വളരെ ചെറുതായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ടെയ്നറുടെ ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. അതോടൊപ്പം ദ സ്പേസ് ഓക്കുപൈഡ് ബൈ ദ മോളിക്യൂൾസ്, അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആ മോളിക്യൂൾസ് ഇരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. And the fourth one, there is no force of attraction among the molecules. And the fifth one, the pressure of a gas is due to the elastic collision of gas molecules with the walls of the container. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നറുമായിട്ട് നടത്തുന്ന കൊളിഷൻസ് ആണ് ആ പ്രഷർ എക്സേർട്ടഡ് ആയിട്ട് കാണുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. And one more one, a simple one, the time of contact of a moving molecules with the walls of the container is negligibly small as compared to the time interval between two successive collisions. ഇപ്പൊ 2 കൊളിഷനുകൾക്കിടയ്ക്കുള്ള സമയം കൺസിഡർ ചെയ്യുമ്പോൾ ആ വാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പറയാം. സോ ആ പോയിന്റുകൾ വൺസ് അഗൈൻ ഒന്ന് ചിന്തിക്കുക. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. ദ ഫസ്റ്റ് വൺ, എ ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ ടൈനി സ്പെറിക്കൽ ന്യൂട്രൽ ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇപ്പൊ സ്പെറിക്കൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ. ആൻഡ് ഇൻ എ ഗ്യാസ്, ദ മോളിക്യൂൾസ് ആർ മൂവിങ് ഇൻ ഓൾ ഡിറക്ഷൻസ് with all possible speeds. So that is the second one. And third one, the space occupied by the molecule is
much smaller than the volume of the gas. And there is no force of attraction among the molecules. And the fifth one, the pressure of the gas is due to the elastic collision with the walls of the container. And the time of contact of a molecule with the wall of the container is so small, negligible, as compared to the time gap between the successive collision on the same wall. അപ്പോൾ ഇത്രയും പോസ്റ്റ്ലേറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അടുത്ത the pressure exerted by an ideal gas. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചിരിക്കുക. അപ്പൊ ആദ്യത്തെ പ്രാഥമികപരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, സോ നമുക്കൊരു cubical vessel consider ചെയ്യാം. Consider a cubical vessel that അവിടെ enclosed an ideal gas. ഒരു ഐഡിയൽ ഗ്യാസ് ഉള്ള ഒരു ക്യൂബിക്കൽ കണ്ടെയ്നർ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പൊ അതിനകത്തൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കണ്ടോ, XYZ നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് അതിന്റെ സൈഡ്സിന് പാരലൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക അല്ലെ. സോ the sides of the cubes are parallel to the coordinate axis. അപ്പൊ ആ രണ്ട് കോൺസെപ്റ്റ്സുകൾ ഓർത്തിരിക്കുക. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ, കൺസിഡർ a cubical vessel containing ideal gas and the Cartesian coordinate axes are parallel to the cube sides. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. അതോടൊപ്പം assume n എന്ന് പറയുന്നത് number of molecules per unit volume. Number of molecules. So let small n represents the number of molecules per unit volume, and also small m. Small m എന്ന് പറയുന്നത് mass of the molecules ആയിട്ട് നമുക്ക് കൺസിഡർ. Each molecules, mass of each molecules. സപ്പോസ് നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന്റെ സ്പീഡിനെ കുറിച്ച് നമുക്ക്, അപ്പൊ അത് എല്ലാ ഡയറക്ഷൻസിലും മൂവ് ചെയ്യാണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിനുള്ള സ്പീഡ് v എന്ന് എടുത്താൽ ആ വിക്ക് 3 കമ്പോണന്റുകൾ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവന് എക്സ് ആക്സിസിലേക്ക് ഒരു കമ്പോണന്റ് ഉണ്ടാകും, y ആക്സിസിലേക്ക് ഒരു കമ്പോണന്റ് ഉണ്ടാകും, z ആക്സിസിലേക്ക് ഒരു കമ്പോണന്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് a molecule must move with a velocity. സോ അതിനെ vx, vy, vz എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മോളിക്യൂൾ സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് നമ്മുടെ എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം. നോക്കിയേ, ഈ ഒരു നമ്മളുടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു വോളെന്ന് ശ്രദ്ധിച്ചേ. അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പൊ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യപ്പെടുന്ന ഈ മോളിക്യൂൾസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തേ. യെസ്, അപ്പൊ അതിന് വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് അല്ലെ. യെസ്, അപ്പൊ ആ ഒരു മോളിക്യൂൾ ഒന്ന് കൺസിഡർ ചെയ്തേ. എന്നിട്ട് ആ പി ക്യു ആർ എസ് എന്ന് പറയുന്ന വോളിൽ വന്ന് ഇടിച്ചിട്ട് അവൻ നേരെ റീബൗണ്ട് ചെയ്യാണ് അല്ലെ. അപ്പോൾ അവന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? എക്സ് ആക്സിസിന് മാത്രമല്ലേ അവിടെ വ്യത്യാസം വരൂ? യെസ്, പാരലൽ ടു ദ എക്സ് ആക്സിസ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ. ഇടിച്ച് അവൻ റീബൗണ്ട് ചെയ്യുമ്പോൾ അവന്റെ എക്സ് വെലോസിറ്റി മാത്രം വ്യത്യാസപ്പെടുകയാണ്. അവന്റെ വൈ വെലോസിറ്റിയും ഇസഡ് വെലോസിറ്റിയും നേരത്തെ മാതിരി തന്നെ ആയിരിക്കും, ഒരു ഡിഫറൻസും വരില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് the change in momentum. The change in momentum of the molecule. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ അവിടെ നമ്മുടെ കണ്ടുപിടിക്കാൻ വേണ്ടി മെക്കാനിക്സിൽ മൊമെന്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് മാസിന്റെ വെലോസിറ്റി ആണ് അല്ലെ. പക്ഷെ നമ്മുടെ ആ പി ക്യു ആർ എസ് എന്ന് പറയുന്ന വോൾ ഇങ്ങനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിലേക്ക് വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റിയിലെ എം മാസ് ഉള്ള മോളിക്യൂൾ വരികയാണ് അല്ലെ. യെസ്, അപ്പൊ അവനെ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഇനിഷ്യൽ മൊമെന്റം ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് പ്ലസ് എം ഇൻറ്റു വി എക്സ് ആണ്. അതേ വെലോസിറ്റിയിൽ തന്നെ അവൻ റീബൗണ്ട് ചെയ്യാണ് അല്ലെ. ഏത് ഡയറക്ഷനിലേക്കാണ്? നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ വന്നിടിച്ച് തിരിച്ച് റീബൗണ്ട് ചെയ്യപ്പെടുകയാണ്.
അപ്പൊ അവന്റെ രണ്ടാമത്തെ സെക്കൻഡ് മൊമെന്റ്, ഫൈനൽ മൊമെന്റ് എങ്ങനെ എടുക്കാം? അവന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? -m×vx. അവിടെ സ്പീഡ് സെയിം എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വെക്ടോറിക്കലി ഒന്ന് എടുത്തു നോക്കി. അപ്പൊ നമുക്കറിയാം ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം എന്നല്ലേ? ഇവിടുത്തെ ഫൈനൽ മൊമെന്റം എന്താണ്? -m×vx അല്ലേ? മൈനസ് ഇനിഷ്യൽ മൊമെന്റം എന്താണ്? m×vx. അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര കിട്ടി? -2m×vx എന്ന് നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് മോഡുലസ് ആയിട്ട് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ വാല്യൂ നമുക്ക് എത്രയായിട്ട് എടുക്കാം? 2mvx ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു മോളിക്യൂളിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ കൺസിഡർ ചെയ്തപ്പോൾ 2mvx എന്ന് നമുക്ക് കിട്ടിക്കണം. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ എന്തൊക്കെയാ കൺസിഡർ ചെയ്തേ? ഒരു മോളിക്യൂള് അവന് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള ഹെൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവന് vx, vy, vz ഉണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലെ എക്സ് ഡയറക്ഷനിൽ പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ പരിഗണിച്ചു. അവൻ വന്ന് PQRS എന്ന് പറയുന്ന ഒരു വോളിൽ വന്നിടിച്ച് അതേ സ്പീഡിൽ അവൻ റീബൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾസ് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2m×vx. അങ്ങനെയാണെങ്കിൽ ദ മൊമെന്റം ഇംപാർട്ട് ടു ദ വോൾസ് എത്രയായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ദ മൊമെന്റം ഇംപാർട്ട് ടു ദ വോൾസ് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 2m×vx. ഇനി നമ്മൾ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യാം. ഇൻ എ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു സമയത്ത് ആ വോളിൽ വന്ന് വീഴുന്ന അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മൾ ഡെൽറ്റ ടി ടൈം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, how we can find it? The distance traveled by the molecules in delta t time. The distance traveled by the molecules in delta t time. അതിന്റെ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് vx ആണ് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം? യെസ്, vx into dt. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അപ്പം ആ ഒരു സെപ്പറേഷൻ ഇതാണെന്ന് ഇരിക്കട്ടെ, vx dt എന്ന് പറയുന്ന സെപ്പറേഷൻ. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തിൽ ഇതിനുള്ളിലുള്ള മോളിക്യൂൾസ് ആയിരിക്കും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ. ഗുഡ്. യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്, the molecules within the distance vx delta t will hit. അപ്പൊ നമ്മുടെ ആ ഏരിയ എ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ will hit the plane surface area A എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഈ പറയുന്ന vx ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിലുള്ള എല്ലാ മോളിക്യൂളും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹാഫ് ഓഫ് ദ മോളിക്യൂൾസ് ആർ മൂവിങ് ടുവേഴ്സ് ദ ഏരിയ ഫോർ കൊളിഷൻ. അടുത്ത അതിന്റെ പകുതി മോളിക്യൂൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ഓൺ ആവറേജ് half will move towards the wall for collision, and half will move away from the wall after collision. അപ്പൊ നമുക്ക് പെർ സെക്കൻഡ് ആ വാളിൽ വന്ന് നടത്തുന്ന കൊളിഷന്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? സോ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് hitting the area
hitting the area A in time delta T. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം നമുക്കറിയാം. അത് സ്മോൾ n ആയിട്ടല്ലേ നമ്മളോട് പറയുന്നത്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തുമാത്രം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് വന്നു വീഴുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കറിയാം that is equal to ആവറേജ് നമ്മൾ പകുതിയായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഡെൽറ്റ ടി സമയത്ത് വന്ന് പതിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സി ദ കോൺസെപ്റ്റ് ഇതേ. ഹാഫ് ഇൻറ്റു നമ്മൾ ആ കൺസിഡർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Bx ഡെൽറ്റ ടി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇൻറ്റു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എത്രയായിട്ട് നമുക്ക് പറയാം? n എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇത്രയും മോളിക്യൂൾസ് ആണ് നമ്മുടെ വോൾസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ മൊമെന്റം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ മൊമെന്റം ഒരു മോളിക്യൂൾസിന്റെ മൊമെന്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. വാട്ട് ഈസ് ദാറ്റ്? 2mvx അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യെസ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്കറിയാം അല്ലെ. Vx ഡെൽറ്റ ടി ഇൻറ്റു En ഇൻറ്റു em ഇൻറ്റു Vx അല്ലേ നമ്മുടെ ടോട്ടൽ മൊമെന്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. യെസ്. സോ ദാറ്റ് മച്ച് ഇൻറ്റു മൊമെന്റം വരുമ്പോൾ 2mvx. ആ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു n m vx സ്ക്വയർ a. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പെർ യൂണിറ്റ് ഏരിയയിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് എടുക്കുമ്പോൾ ഇത് ഡിസ്റ്റൻസ് അല്ലേ, വോളിയം നമുക്ക് വേണ്ടേ. സോ അപ്പൊ നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇൻറ്റു എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം പെർ യൂണിറ്റ് വോളിയത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇൻറ്റു എ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ nmvx സ്ക്വയർ a ഇൻറ്റു dt. ഇത് ടോട്ടൽ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എടുത്ത സ്റ്റെപ്സുകൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ഒരു മോളിക്യൂൾസിന്റെ മൊമെന്റം നമുക്ക് കിട്ടി 2mvx. അതാണ് വോളിലേക്ക് എക്സേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഡെൽറ്റ ടി ടൈമിൽ ഓരോ ട്രാവൽ ചെയ്യാൻ സാധ്യതയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? Vx ഡെൽറ്റ ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ Vx ഡെൽറ്റ ടി എന്ന് പറയുന്ന സെപ്പറേഷനകത്തുള്ള മോളിക്യൂൾസ് മാത്രമേ കൊളിഷന് പങ്കെടുക്കൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിലെ പകുതി മോളിക്യൂൾസ് കൊളിഷൻ കഴിഞ്ഞിട്ട് മൂവ് ചെയ്യും എവേ ഫ്രം ദ വാൾ, പകുതി ടുവേഴ്സ് ദ വാൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ടുവേഴ്സ് ദ വാൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് നമുക്കറിയാം പകുതി മോളിക്യൂൾസ് ആണ് ടുവേഴ്സ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് Vx ഡെൽറ്റ ടി ഇൻറ്റു ഏരിയ. അപ്പൊ എന്തായി? വോളിയമായി അല്ലെ. ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എത്രയാണ്? n. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് എന്തായിട്ട് അവിടുത്തെ സ്റ്റെപ്പ് കിട്ടി? ഹാഫ് ഇൻറ്റു എത്ര വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഇൻറ്റു n. അപ്പൊ ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് റെസ്പോൺസിബിൾ ഫോർ കൊളിഷൻ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂൾസിന്റെ മൊമെന്റം ട്രാൻസ്ഫർ ആണ് 2mvx എങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു സോ മച്ച് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? nmvx സ്ക്വയർ a ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ മൊമെന്റത്തിന്റെ എക്സർട്ടഡ് ആയിട്ടുള്ള ടോട്ടൽ മൊമെന്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു nmvx സ്ക്വയർ a ഇൻറ്റു ഡെൽറ്റ ടി. നമുക്കറിയാം ഫോഴ്സ് എക്സേർട്ടഡ് ആകുന്നത് ഓൺ ദ വാൾസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അത് ടോട്ടൽ മൊമെന്റം ഡിവിഷൻ ബൈ ടൈം ഇന്റർവൽ അല്ലേ. അപ്പൊ നമുക്ക് nmvx സ്ക്വയർ a ഡെൽറ്റ ടി ഡിവിഷൻ ബൈ ഡെൽറ്റ ടി ക്യാൻസൽ ആയപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ആയത് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ബൈ ദ ഗ്യാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അവിടുത്തെ ഫോഴ്സ് എക്സേർട്ടഡ് ഡിവിഷൻ ബൈ ഏരിയ ആയിട്ട് നമുക്ക് എടുത്തൂടെ?
അപ്പൊ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് നമുക്ക് കിട്ടിയില്ലേ, NM into Vx². അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സ് ആക്സിസിന്റെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അല്ലെ. പക്ഷെ നമുക്കറിയാം the gas molecules moves in all directions with all possible velocities. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ Vx² എന്ന് പറയുന്നത് ആവറേജ് ആണ്, എസ്പെഷ്യലി Vx. ഇനി അതിന് Y വെലോസിറ്റി ഉണ്ട്, Z വെലോസിറ്റി ഉണ്ട്. പക്ഷെ ഈ ഓൺ ആവറേജ് അവയുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും സെയിം ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്കുള്ള കോൺട്രിബ്യൂഷനും Y ആക്സിസിലേക്കുള്ള കോൺട്രിബ്യൂഷനും Z ആക്സിസിലെ കോൺട്രിബ്യൂഷനും ഈക്വൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് V ആയിട്ട് കൺസിഡർ ചെയ്താൽ അത് Vx മീൻ സ്ക്വയർ വെലോസിറ്റി പ്ലസ് Vy² പ്ലസ് Vz² അല്ലേ. പക്ഷെ അവ മൂന്നും ഈക്വൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് Vx² ബാർ ആയിട്ട് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ എക്സ് കോൺട്രിബ്യൂഷന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ആവറേജ് ഡിവിഷൻ ബൈ 3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ സോ ദാറ്റ് ഈസ് V². ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ മീൻ സ്ക്വയർ ഓഫ് വെലോസിറ്റി ഓഫ് ഓൾ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ Vx² എന്ന് പറയുന്നത് ടോട്ടൽ മീൻ ആവറേജിന്റെ ബൈ 3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. V²/3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രഷർ എക്സേർട്ടഡ് ആയിട്ടുള്ള കേസ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 NM into V² average. So that is the very important relation. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് ക്യാപിറ്റൽ N M ഡിവിഷൻ ബൈ V അല്ലേ ആ NM എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ എന്താണെന്നാണ് അർത്ഥം? യെസ്, നമ്പർ ഓഫ് മാസ് ഡിവിഷൻ ബൈ വോളിയം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നില്ലേ, അത് ഡെൻസിറ്റി അല്ലേ. അപ്പൊ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് 1/3 റോ V² ആവറേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. ഇനി അപ്പൊ ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പൊ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി കഴിഞ്ഞു കേട്ടോ. The pressure exerted by the gas molecules of the walls of the container എന്ന് പറയുന്നത് 1/3 റോ V². അപ്പൊ V² എന്ന് പറയുന്നത് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ വെലോസിറ്റീസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ കൈനറ്റിക് എനർജിയുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? അത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ് കേട്ടോ, റിലേഷൻ വിത്ത് കൈനറ്റിക് എനർജി. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ദി ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. പറയുമ്പോൾ സാധാരണ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് M into V² എന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ N നമ്പർ ഓഫ് മോളിക്യൂൾസ് എടുക്കണമെന്ന് ആ തരത്തിലാണ്. അപ്പൊ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു NM ഡിവിഷൻ ബൈ ക്യാപിറ്റൽ V ഇൻറ്റു ദാറ്റ് ആവറേജ് സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹാഫ് റോ ഇൻറ്റു V² ആവറേജിന്റെ സ്ക്വയർ, V² ആവറേജ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനർജി ആയിട്ട് നമുക്ക് എടുത്താൽ അത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ ഹാഫ് റോ V² ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. പ്രഷർ നമുക്ക് എന്തെന്ന് അറിയാം? 1/3 റോ V² ആവറേജ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ബൈ E എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ആസ് 2/3. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. അപ്പൊ പ്രഷർ എക്സേർട്ടഡ് എന്ന് പറയുന്നത് 2/3 ടൈംസ് ഓഫ് ദാറ്റ് എനർജി. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. യെസ്, സോ നമ്മുടെ ഇത് ബേസ് ചെയ്തിട്ട് 1/1 ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 2020 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദാറ്റ്? പ്രൂവ് ദാറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. നമുക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുക? വി നോ the pressure exerted by the
മോളിക്യൂൾസ് എന്ന് പറയുന്നത് P is equal to 1/3 rho V square average. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇപ്പൊ സപ്പോസ് വി ആർ യൂസിങ് 1 mole ഓഫ് അൻ ഐഡിയൽ ഗ്യാസ്, ഒരു 1 mole ഗ്യാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് m ഡിവിഷൻ ബൈ v ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. c into v square average, അതാണ് പി. നമുക്ക് ഈ വി എ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 1/3 m ഇൻറ്റു വി സ്ക്വയർ ആവറേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സി ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. നോക്കി ഇതെന്താണാവോ? അത് ഉറപ്പായിട്ട് നമുക്കറിയാം കൈനറ്റിക് എനർജി എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതാണ് പ്രഷർ ഇൻറ്റു വോളിയം. അപ്പൊ നമ്മൾ ഒരു 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി വി എന്ന് പറയുന്നത് μRT ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 1 mole ഓഫ് ആണ്, ഇതുകൊണ്ട് മ്യൂ നമുക്ക് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി വിക്ക് പകരം നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? RT is equal to 2/3 കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിക്ക് നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 RT ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ മീൻ കൈനറ്റിക് എനർജി. ഇനി ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഇത് ഒരു 1 mole ഓഫ് എ ഗ്യാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അവനെ ഉറപ്പായിട്ട് അവഗാഡ്രോ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് 3/2 R/nt ആയിട്ട് എടുത്തൂടെ? അപ്പൊ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ബൈ ദാറ്റ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തോല്ലേ. അപ്പൊ നമുക്ക് the mean kinetic energy of the molecule എന്ന് പറയുന്നത് 3/2 kBT. So that is a proportional to നമുക്ക് ഉറപ്പായിട്ടും ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ നമ്മളത് ഡെറൈവ് ചെയ്തു. അപ്പൊ എടുത്ത കോൺസെപ്റ്റുകൾ ഒന്ന് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇത് ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു അഡീഷണൽ ക്വസ്റ്റ്യനിലേക്ക് വരാം, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം നമ്മുടെ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഹാഫ് m ഇൻറ്റു വി സ്ക്വയർ ആവറേജ് ആയിട്ട് നമുക്കറിയാം അല്ലെ. അത് നമുക്ക് ഇവിടെ എന്തായിട്ട് എഴുതാം? 3/2 RT ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 ക്യാൻസൽ ആയാൽ വി സ്ക്വയർ എന്ന് പറയുന്നത് 3 RT ബൈ മോളിക്കുലർ മാസ് ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ VRMS എന്ന് പറയുമ്പോൾ റൂട്ട് മീൻ സ്ക്വയർ ആണ് അല്ലെ. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് റൂട്ട് 3 RT ബൈ m. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നുപോകുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. മാർച്ച് 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വാട്ട് ഈസ് ദാറ്റ്? Based on the kinetic theory of gases, derive an expression for the pressure exerted by an ideal gas. Already മനോഹരമായിട്ട് അത് കണ്ടു കഴിഞ്ഞു. So we can move with the next question. 2016 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Write the 4 postulates of kinetic theory of gases. നമ്മളത് കണ്ടു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. Then next one, fourth question. Mention 2 conditions under which the real gases obey the ideal gas equation. അത് ഓർക്കണേ. That will happen at low pressure and high temperature. Low pressure and high temperature. ഈ 2 കണ്ടീഷനുകളിലാണ് നമ്മുടെ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ഒബേ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കും. അടുത്ത ഇംപ്രൂവ്മെന്റ് എക്സാമിന് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അത് നമുക്കറിയാം, പി വി ഇസ് ഈക്വൽ ടു മ്യൂ ടൈംസ് ഓഫ് RT. പി പ്രഷർ ആണ്, വി വോളിയം, നമ്പർ ഓഫ് മോൾസ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. റൈറ്റ് എനി 4 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. നമ്മുടെ ഇനിഷ്യൽ പോർഷനിൽ വളരെ കൃത്യതയോടെ
പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു വെച്ചിരിക്കുക. നമ്പർ 6th one. A gas is made up of hydrogen and oxygen molecules. Which molecules moves faster? അവിടെ നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. സോ VRMS എന്ന് പറയുന്നത് 3R√3RT/mLA. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം VRMS എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ മോളിക്യൂളർ മാസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഡയറ്റോമിക് ആണ് അല്ലെ. യെസ്, അപ്പൊ അവിടെ നമുക്ക് 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓക്സിജൻ ആണെങ്കിലോ ഇറ്റ് ബിക്കംസ് റഫ്ലി 32. അപ്പൊ ഉറപ്പിച്ചെന്ത് പറയാം, ഹൈഡ്രജൻ ഗ്യാസ് മോളിക്യൂൾസ് മൂവ്സ് ഫാസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അടുത്തെന്താണ് പറയുന്നത്, find the ratio of the velocity of hydrogen and oxygen molecules. ഇതാണ് അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് 2 കേസസ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യണം. സോ ദാറ്റ് ഈസ് VRMS ഫോർ ഹൈഡ്രജൻ ബൈ ആൻഡ് VRMS ഫോർ ഓക്സിജൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദ മാസ് ഓഫ് ഓക്സിജൻ ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ എന്നല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32 ഡിവിഷൻ ബൈ 2. So that is equal to root of 16. It is equal to 4. എന്ന് പറഞ്ഞാൽ we can say VH by VO എന്ന് പറയുന്നത് 4:1 ആയിരിക്കും. So RMS speed of hydrogen എന്ന് പറയുന്നത് 4 times as that of oxygen എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ അത് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ. നോക്കിയേ, നമ്പർ 7th ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണെന്ന്. Kinetic theory of gases is based on the molecular picture of matter. Write any postulates of kinetic theory of gases and write the equipartition of energy and mean free path. അപ്പോൾ ഇതിൽ equipartition of energy, law of equipartition of energy, അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. The total kinetic energy of molecule is equally divided among the different degrees of freedom. About the average energy per degrees of freedom എന്ന് പറയുന്നത് half kT ആയിരിക്കും. ഇതാണ് ലോ ഓഫ് equipartition of energy. അപ്പൊ നമ്മുടെ ഒരു മോണോഅറ്റോമിക് ആണെങ്കിൽ 3 times of half kT ആയിരിക്കും, ഡയറ്റോമിക് ആണെങ്കിൽ 5 times of half kT ആയിരിക്കും. So the total kinetic energy of a molecule is divided among the different degrees of freedom. ഇതാണ് equipartition. അപ്പം അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ നമ്പർ ഓർമ്മിക്കട്ടെ. മോണോ അറ്റോമിക് ആണെങ്കിൽ അത് 3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ഡൈ അറ്റോമിക് ആണെങ്കിൽ അത് 5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് റൈറ്റ് നോട്ട് ഓൺ മീൻ ഫ്രീ പാത്ത്. അപ്പം 2 സക്സസീവ് കൊളിഷനുകൾക്കിടയ്ക്ക് ഒരു മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് ആയിട്ട് നമ്മൾ പറയാം. So the defined as the average distance traveled by the molecule. The average distance traveled by the molecules per between 2 collisions. അതിനെയാണ് നമ്മൾ ലാംഡ ആയിട്ട് പറയാം. അത് ആവറേജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് വാല്യൂ ഈസ് m ഡിവിഷൻ ബൈ √2 pi n d square. അപ്പൊ d എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. നമ്പർ 8. 3 moles of an ideal gas kept at a constant temperature of 300 Kelvin are compressed from the volume of 10 liter to 5 liter. At constant temperature, P is proportional to 1/1. Explain it briefly on the basis of kinetic theory of gases.
എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, see, when volume is reduced, the number of molecules per unit volume increases. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. So large number of molecules collision with the walls of the container so quickly. So that is a very important one. As a result, the momentum increases, നമ്മുടെ force increases, and hence pressure increases. So very important ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് number of molecules per unit volume increases. So large number of molecules collide with the walls of the container per second. So momentum increases and hence force and pressure increases. So that is the concept. Look at question number 9. According to the kinetic theory of gases, the molecules of a gas are identical and in a random motion. The collision made by these molecules on the walls of the container exert the pressure on the walls. Deduce an expression for the pressure of an ideal gas, and also at what temperature the RMS speed of hydrogen is double its value as the standard temperature and pressure. അപ്പോൾ നമുക്കറിയാം that RMS value എന്ന് പറയുന്നത് √3 RT division by M. അപ്പൊ രണ്ട് കേസസ് ആകുമ്പോൾ നമുക്ക് V2 by V1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാത്രമാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെ T2 by T1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇവിടെ പറയുന്നത് സെക്കൻഡ് കേസിലെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. സോ V1 നമുക്ക് ക്യാൻസൽ ആയിട്ട് എടുക്കാം. ഒന്ന് സ്ക്വയർ ചെയ്താൽ 4 = T2 by T1. So that is second temperature എന്ന് പറയുന്നത് ആദ്യത്തെ ടെമ്പറേച്ചർ into 4 times. So 273 into 4 times. അപ്പൊ നമുക്കൊരു 1092 കെൽവിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് സെക്കൻഡ് കേസ്. ആദ്യത്തെ കേസ് നമ്മൾ ഓൾറെഡി തന്നെ ഡിറൈവ് ചെയ്ത ക്വസ്റ്റ്യൻ. അടുത്ത പറയാണ് ഗാമ, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. ഇപ്പൊ സാധാരണ രൂപത്തില് ഒരു ഗ്യാസിന് ഗാമ 3/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. 1 + 2m. ആ വാല്യൂ ആണ് നമുക്ക് 3/2 എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഗ്യാസിലെ മോളിക്യൂൾസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആയിട്ട് മാറി, എഫ് എന്ന് പറയുന്നത് 4 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന റിലേഷൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ CV എന്ന് പറയുന്നത് F/2R ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം CP എന്ന് പറയുന്നത് 1 + F/2 ടൈംസ് ഓഫ് R ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F എന്ന് പറയുന്നത് 4/2 2 + 1 as 3R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് ഡിക്രീസ് ഓഫ് ഫ്രീഡവും സ്പെസിഫിക് കപ്പാസിറ്റിയുമായിട്ടുള്ള റിലേഷൻസ് ആണ്. ഇത് പല അവസരങ്ങളിലും നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഈ റിലേഷൻ നമ്മൾ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഗാമ എന്ന് പറയുന്നത് CP/CV ആണെന്നുള്ള കോൺസെപ്റ്റ് ഒരു കാരണവശാലും മറക്കരുത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. സോ നമ്മൾ 2011 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ സംശയമുള്ള ഭാഗങ്ങൾ ഒരിക്കൽ കൂടെ കണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലസ്.